ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ബാലൻ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക, മാക്സിമം സപ്പോർട്ട് തരിക. ബാലൻ ഡയറക്റ്റഡ് ബൈ ചിദംബരം. മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ചിദംബരം ഡയറക്റ്റ് ചെയ്യുന്ന ബാലൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ശേഷം രോമാഞ്ചം പോലത്തെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഡയറക്ടറായിട്ടുള്ള ജിത്തു മാധവനാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. പിന്നെ അടുത്ത് പറയേണ്ടത്, ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത് ഷൈജു ഖാലിദാണ്. അതേപോലെ തന്നെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർസും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് സുഷിൻ ശ്യാം. ഈ 4 പേരുടെയും കോമ്പിനേഷൻ തന്നെയാണ് എന്നെ ഈ സിനിമയെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചൊരു ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നീട് ഈ സിനിമയുടെ പോസ്റ്റർ ഒരു രക്ഷയില്ല. ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ സൂപ്പർ. ആൻഡ് ഇതിൻ്റെ ട്രെയിലറും കൂടി വന്നപ്പം മലയാള സിനിമയിലെ മറ്റൊരു എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്റ്റഫ് പ്രതീക്ഷിച്ച് തന്നെയാണ് തിയേറ്ററിലേക്ക് പോയത്. എന്നാൽ അതിൽ യാതൊരുവിധ നിരാശയും സമ്മാനിക്കാതെ ഒരുപാട് എന്താ പറയുക, പ്രതീക്ഷ സമ്മാനിച്ച് ഒരു ട്രീറ്റായിരുന്നു ബാലൻ എന്ന സിനിമ എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്. 1:85:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ വരുന്നത്. സോ PXL സ്ക്രീൻസിലാണെങ്കിലേ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോർമൽ നമ്മുടെ നാട്ടിലുള്ള സ്ക്രീനുകളിലൊക്കെ ഒരു 2 ബ്ലാക്ക് ബാർ ഉണ്ടാവും. പക്ഷേ എന്നാലും അതിൻ്റെ ആസ്വാദനത്തെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ ടെക്നിക്കൽ ടീംസ് ഹാറ്റ്സ് ഓഫ് സൂപ്പർ. ഒന്നും പറയാനില്ല, കിഡിലൻ ടെക്നിക്കൽ വർക്ക്. അതിപ്പോൾ മ്യൂസിക് സൈഡ് ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രഫി സൈഡ് ആയിക്കോട്ടെ, ഈവൻ ഇതിൻ്റെ ഫ്രെയിംസ് ആയിക്കോട്ടെ, ഇതിൻ്റെ കളർ ഗ്രേഡിങ് ആയിക്കോട്ടെ, ഇതിൻ്റെ പിന്നെ DOP എല്ലാം സൂപ്പർ ടോപ്പ് നോച്ച്. വയനാട് ബാക്ക്ഗ്രൗണ്ടാണ് കൂടുതൽ, മലയോര മേഖല, വയനാട് ബാക്ക്ഗ്രൗണ്ട്, മഞ്ഞ്, തണുപ്പ്, അങ്ങനത്തെ ഏരിയാസാണ് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വിഷ്വലി ബ്രില്യൻ്റ് ആയിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ കാമ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എടുത്തു പറയേണ്ടത് പെർഫോമൻസുകളാണ്. പെർഫോമൻസൊക്കെ ഒരു രക്ഷയില്ല. കാരണം ആദ്യമായിട്ട് കാണുന്ന ആക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ട്രസ്സാണ്. ഇതിലൊരു അമ്മയുടെയും മകൻ്റെയും കഥയാണ് മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ, ഒരു എന്താ പറയുക, മിസ്റ്ററി കലർന്നിട്ടുള്ള ഒരു ഫീൽ ഗുഡായിട്ട് പോകുന്ന, എന്നാൽ ഒരു നിഗൂഢതകൾ നിറഞ്ഞ ഒരു ത്രില്ലർ, ഒരു സസ്പെൻസ് ത്രില്ലർ പടമാണ്. ടുവേർഡ്സ് ദി ക്ലൈമാക്സ് ഒരു കിഡിലൻ ത്രില്ലർ എലമെൻ്റ് ഉണ്ട്. അത് മ്യൂസിക്കും കൂടി വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തപ്പോഴത്തേക്ക് ടോപ്പ് നോച്ച് ആയിരുന്നു. ആൻഡ് പെർഫോമൻസ്, ബാക്ക് ടു പെർഫോമൻസ്. ഇതിലെ പയ്യനായിട്ട് അഭിനയിച്ചിരിക്കുന്ന, ഒരു സെക്കൻഡ് അതിൻ്റെ പേര്, കാരണം പേരുകൾ മറന്നു പോകുന്നതുകൊണ്ടാണ്. ഇതിൽ പയ്യനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആദിശേഷൻ എന്ന് പറയുന്ന ബോയാണ്, ഒരു ചെറിയ പയ്യനാണ്. നിങ്ങൾ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സൂപ്പർ. ആ ചെക്കൻ്റെ കണ്ണിൽ വരുന്ന അഭിനയമുണ്ട്. അതായത് ക്ലോസപ്പ് ഷോട്ടിൽ ആ ചെക്കൻ്റെ കണ്ണ് കാണിക്കുമ്പോൾ ഉള്ള ഒരു സംഭവമുണ്ട്, ഒരു രക്ഷയില്ല, കിട്ടിലൻ. അതായത് ആ കണ്ണുകളുടെ ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഫർസാന പാലത്തിങ്കൽ, അതായത് ഈ പയ്യൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള, ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സൂപ്പർ. ആ ലേഡി അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ആക്ടിങ്, സൂപ്പർ. ഭയങ്കര ആ ഒരു ക്യാരക്ടർ എത്രത്തോളം തീവ്രത കൺവേ ചെയ്യണോ, അല്ലെങ്കിൽ ഇനീഷ്യലി ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഇവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഒരു എന്താ പറയുക, മൂഡ് എന്താണ്, അല്ലെങ്കിൽ ഇവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം സൂപ്പറായിട്ട് അഭിനയിച്ച് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ജീൻ പോൾ ലാൽ, അടിപൊളി റോള്. നമുക്കറിയാം മഞ്ഞുമൽ ബോയ്സിൽ ഇവരുണ്ടായിരുന്നു. മഞ്ഞുമൽ ബോയ്സിലുള്ള ആൾക്കാർ തന്നെയാണ്. ഇതിൻ്റെ ഒരാളെ ഞാൻ വിട്ടുപോയി. ഇതിൻ്റെ പിന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ നൺ അതർ ദാൻ ഗണപതി, ചിദംബരത്തിൻ്റെ അനിയൻ ഗണപതിയാണ് മഞ്ഞുമലിലും കാസ്റ്റിംഗ് ചെയ്തിട്ടുള്ളത്. ഈ കാസ്റ്റിംഗ് സെലക്ട് ചെയ്യുന്നതിലൊരു കാര്യമുണ്ട്. നമ്മളൊരാളെ കാസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റോളിലേക്ക് ഒരാളെ എടുക്കുമ്പോൾ, അത് ഭയങ്കര എന്താ പറയുക, അവരെ കൊണ്ടത് ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കാസ്റ്റിംഗ് ഡയറക്ടറാണ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാസ്റ്റിംഗ് ഡയറക്ടർ അവരെ ഓരോ റോളിലേക്കും ആൾക്കാരെ സെലക്ട് ചെയ്തേക്കുന്നത് സൂപ്പറാണ്. ആൻഡ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഡിഡ് ദെയർ ബെസ്റ്റ്. ഇതിലൊരു അമ്മച്ചി, ഒരു അമ്മുമ്മ റോൾ ചെയ്തിട്ടുള്ള ഒരു പുള്ളിക്കാരുണ്ട്. സൂപ്പറായിരുന്നു. അവർ കോമഡിയൊക്കെ ഉണ്ട്, അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഫസ്റ്റ് ടൈം സ്ക്രീനിലേക്ക് വരുന്ന ആക്ടേഴ്സ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഒരു സ്ക്രീനിങ് അവിടെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗണപതി മാൻ സൂപ്പർ. പിന്നെ ഇതിലെടുത്തു പറയേണ്ടത് സിനാൻ, അതായത് ആദിശേഷൻ്റെ കുറച്ചും കൂടി വലിയ പ്രായമായിട്ട് വരുമ്പോൾ ആ പയ്യനായിട്ട് വരുന്ന സിനാൻ എന്ന് പറഞ്ഞ ആൾ, അത് നല്ല രീതിയിൽ ആ ക്യാരക്ടർ കൺവേ ചെയ്ത്, എങ്ങനെയാണോ ആ കൊച്ചു പയ്യൻ കൺവേ ചെയ്തേക്കുന്നത് അതേ ലെവലിൽ, എന്നാൽ അതേ ആ ഒരു ക്യാരക്ടർ ഇൻറ്റൻസിറ്റി വിടാതെ ഈ പയ്യൻ അടുത്ത ഫേസിൽ, അതായത് 6 വർഷം കഴിഞ്ഞിട്ടുള്ള ഫേസിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഗിരീഷ് ഷേഡി വരുന്നുണ്ട്, നമ്മുടെ ഡയറക്ടർ ഗിരീഷ് ഷേഡി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ക്യാരക്ടർ. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ്. പിന്നെ എടുത്തു പറയേണ്ടത് ബീന ആൻ്റണി, കുറേ നാളുകൾക്ക് ശേഷമാണ് സ്ക്രീനിൽ കാണുന്നത്. സൂപ്പർ റോൾ. പിന്നെ നമ്മുടെ ഇതിൽ ക്യാമിയോ ആയിട്ട് വരുന്ന ടോവിനോ തോമസ്, പൊളി. അതായത് ക്യാമിയോ എന്ന് പറഞ്ഞാൽ പുള്ളി അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. അതുമാത്രമല്ല, പുള്ളിയുടെ ഫിസിക്കലുണ്ടായ മാറ്റങ്ങൾ, ആ ക്യാരക്ടറിന് വേണ്ടിയുള്ള അഡാപ്റ്റേഷൻ സൂപ്പറായിരുന്നു. ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള
ഒരു കിഡിലൻ സ്ക്രീൻ പ്ലേ, അതായത് ഒരു ചെറിയ പ്ലോട്ടിനെ കിഡിലൻ രീതിയിൽ എഴുതി കിഡിലനായിട്ട് എടുത്ത് സൂപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച സിനിമയായിരുന്നു ബാലൻ എന്ന് പറയുന്നത്. ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആൻഡ് തിയേറ്റർ എക്സ്പീരിയൻസ് വാസ് സോ ഗ്രേറ്റ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ടിപ്പിക്കലി ഓരോ ആഴ്ചയിലും ഇറങ്ങിപ്പോകുന്ന സാധാരണ മലയാള സിനിമയ്ക്കപ്പുറം മലയാള സിനിമയെ വേറൊരു ഡയമെൻഷനിലേക്ക് അല്ലെങ്കിൽ വേറൊരു എലിവേഷനിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരം സിനിമകൾക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരു സിനിമ ആരാധകൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ആർട്ട് സിനിമാസ് ആൻഡ് ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആളെന്ന രീതിയിൽ ഐ എം വെരി മച്ച് ഹാപ്പി വിത്ത് ദിസ് മൂവി ആൻഡ് ദി എഫേർട്സ് ദീസ് ടീം ആർ പുട്ടിങ് ടു ബ്രിങ് ഔട്ട് ദീസ് കൈൻഡ് ഓഫ് മൂവീസ്. സോ ഡെഫിനറ്റ്ലി സിനിഫൈൽസ് ആൻഡ് ഓൾ സിനിമാ പ്രേമികൾ നിങ്ങൾക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പാണ്. ആൻഡ് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ മ്യൂസിക് വെച്ചിട്ടുള്ള പിടപ്പുണ്ട്, അടിപൊളിയാണ്. ടോട്ടലി എനിക്ക് വെർത്തായിട്ടാണ് ഫീൽ ചെയ്തത്. ഐ എം വെരി സാറ്റിസ്ഫൈഡ് ആൻഡ് ഐ പേഴ്സണലി റെക്കമെൻഡ് ദിസ് മൂവി ടു എവരി വൺ. നിങ്ങൾ നിരാശപ്പെടത്തില്ല, അടിപൊളിയാണ്. താങ്ക് യു.